കൊച്ചിയിലേക്ക് യാത്ര പോയതിൻ്റെ വിശേഷങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ട്രാവലറിൽ ഒരു 30 പേരോളം, കുട്ടികൾ സഹിതമാണ് 30 പേരോളം ഉണ്ടായിരുന്നു. ആദ്യം എല്ലാവരെയും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കൊണ്ടുപോയി, ആദ്യം തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലിയും വടയും സാമ്പാറും ചട്നിയും ചായയും ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല എന്താ പറയുക, എൻജോയ്മെൻ്റായിട്ട് തന്നെയാണ് ട്രിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു 11 മണിയോടുകൂടി എറണാകുളം എത്തണം. മറൈൻ ഡ്രൈവിലാണ് എത്തേണ്ടത്. ഞങ്ങൾ ഓൾറെഡി ട്രിപ്പ് എന്താവണം, എവിടെ പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രൂസായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. മിനാർ ക്രൂസിൻ്റെ ഒരു ട്രിപ്പ് അതായിരുന്നു. അതായത് വലിയൊരു ബോട്ട്, ഷിപ്പിൻ്റെ ഒക്കെ ഒരു മോഡലുള്ളൊരു ബോട്ടാണേ. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രിപ്പ് ആയതുകൊണ്ട് 11:30 അവിടെ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് തന്നെ ഒരു 11 മണിക്ക് എത്തി അവിടെ നിന്നും ഞങ്ങൾ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് അതിനുശേഷം ഒരു 11:30 ആയപ്പോഴത്തേക്ക് ടിക്കറ്റ് അവർ പാസ് തന്നു. അത് കിട്ടി എല്ലാവരും അകത്ത് കയറി ചെല്ലുന്ന ഒരു AC ഹാളാണ്. ഇതിന് ശേഷം ഫസ്റ്റ് ഫ്ലോറിൽ ഇതുപോലെ ചെയർ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. ഇവിടെയാണ് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡുണ്ട്. ഈവൻ കയറി ചെല്ലുന്ന സമയത്ത് തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് തരും. നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു വെൽക്കം ഡ്രിങ്ക് ആയിരുന്നു. ഞങ്ങൾ എടുത്തിരുന്നത് ഉച്ചക്കലത്തെ പാക്കേജാണ്. 2 മണിക്കൂറത്തെ പാക്കേജായിരുന്നു. 12 തൊട്ട് 2 മണി വരെയുള്ള പാക്കേജാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 12 മണിക്ക് തന്നെ കൃത്യമായിട്ട് ഇതും ഓടിത്തുടങ്ങി. നമുക്ക് ഇങ്ങനെ തിരമാലകളിൽ കൂടെയൊക്കെ ഇങ്ങനെ പോകുന്ന നല്ല രസമാണ്. ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. അതിൻ്റെ ഒപ്പം അവർ പാടുന്ന പാട്ടുകളായിക്കോട്ടെ എല്ലാം നമുക്ക് ഭയങ്കര എൻജോയ്മെൻ്റ് ആണ്. ഈ പാട്ടൊക്കെ പാടുന്നതിന് മുമ്പ് തന്നെ അവർ നമുക്ക് കൊച്ചിയുടെ ചരിത്രമൊക്കെ പറഞ്ഞു തരികയൊക്കെ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ പാസഞ്ചേഴ്സൊക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുക്കുന്ന കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ നമുക്ക് ഫുഡ് കഴിച്ചു തുടങ്ങി. നല്ല നോൺ വെജ് മീലായിരുന്നു, നല്ല ഫുഡായിരുന്നു. ഈ ഫുഡിനും കൂടെ ചാർജ് ഇൻക്ലൂഡഡ് ആയിരുന്നു. ഒരാൾക്ക് 1000 രൂപയാണ് ഞങ്ങൾക്ക് ചാർജ് ആയത്. പായസം ഉണ്ടായിരുന്നു, അത് പറയാൻ വിട്ടുപോയി. അതിനുശേഷം ഒരു മാജിക് ഷോ ഉണ്ടായിരുന്നു, ചെറിയ മാജിക് ഷോ കഴിഞ്ഞതിന് ശേഷം ഒരു DJ പാർട്ടിയോട് കൂടിയാണ്, DJ പാർട്ടി എന്ന് പറയാൻ പറ്റില്ല, ഒരു DJ അങ്ങനെ ഒരു DJ ഒക്കെ അറേഞ്ച്മെൻറ്റ് അടിപൊളിയായിട്ട് നമ്മൾ എല്ലാവരും, ഈവൻ ഏജ് ഡിഫറൻസ് ഒന്നും നമുക്ക് അവിടെ തോന്നിയില്ല. എല്ലാവരും ഭയങ്കരമായിട്ട് ആർത്തുല്ലസിച്ച് തന്നെ കളിച്ചു. എല്ലാവരും ഡാൻസ് കളിച്ചു, നല്ല വൈബായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് മറൈൻ ഡ്രൈവിൽ തന്നെ അവർ നമ്മളെ ഡ്രോപ്പ് ചെയ്യണം. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് വാട്ടർ മെട്രോയിലേക്കാണ്. അതായത് ഞങ്ങൾക്ക് പിന്നത്തെ ഡെസ്റ്റിനേഷൻ ഫോർട്ട് കൊച്ചിയാണ്. അപ്പം നമുക്ക് വണ്ടി പോകുന്നതിനേക്കാളും നമുക്ക് സൗകര്യം വാട്ടർ മെട്രോ കയറുന്നതാണ്. അവിടെ 50 രൂപയാണ് പാസ്. അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ വാട്ടർ മെട്രോ കയറി ഫോർട്ട് കൊച്ചിയിൽ ഇറങ്ങാം. അവിടുന്ന് പിന്നെ അവിടുത്തെ കാഴ്ചകളിലേക്ക്. അപ്പോൾ ആദ്യം ഞങ്ങൾ പോയത് ബാസ്റ്റിൻ ബംഗ്ലാവ് ആണ്. ഇതൊരു ആർട്ട് ഗാലറി മ്യൂസിയം ആണ്. അപ്പോൾ എല്ലാവരും ഇത് പോകാറുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഞാൻ മൊത്തത്തിൽ ഇപ്പം 3 തവണ ഫോർട്ട് കൊച്ചി പോയെങ്കിൽ ഈ ബാസ്റ്റിൻ ബംഗ്ലാവിൽ ആദ്യമായിട്ടാണ് പോയത്. എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഇങ്ങനെ പോകാനുള്ള നല്ലൊരു പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. കുറേ കാണാത്ത കാഴ്ചകൾ ആദ്യമായിട്ടൊക്കെ കാണുമ്പം അതൊരു രസമല്ലേ. ഇത് അവിടുത്തെ പള്ളിയടുക്കളയാണ്, നല്ല രസമാണ്. ഇതൊക്കെ കണ്ട് നമ്മളിങ്ങനെ നടന്നു. ഇതൊക്കെ ഒരുപാട് ഹിസ്റ്ററിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും ഇതിനകത്തോട്ട് കയറിയാൽ. ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു മട്ടുപ്പാവാണ്. നമ്മളിങ്ങനെ കറങ്ങി തിരിഞ്ഞ് അതിലേക്ക് വരും. അവിടെ നല്ല കാറ്റുമൊക്കെ ആയിട്ട്, നല്ല അറബിക്കടലിൻ്റെ വ്യൂ ഒക്കെ ആയിട്ട് നല്ലൊരു സ്പോട്ടാണ്. പിന്നെ ഞങ്ങളിത് ഇങ്ങനെ കുറച്ച് നേരം കുഞ്ഞിനുമായിട്ട് കളിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ പതിയെ നടന്നു. ഈ ഫോർട്ട് കൊച്ചിയിലെ ഈ കച്ചവടക്കാരെയും ഈ ഒരു സാധനങ്ങളൊക്കെ കണ്ട് നടക്കുന്നത് തന്നെ ഭയങ്കര കളർഫുള്ളാണല്ലോ. അതിനുശേഷം ഞങ്ങൾ നേരെ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിലേക്കാണ് പോയത്. അവിടെയാണ് വാസ്കോ ഡ ഗാമയെ അടക്കം ചെയ്തിട്ടുള്ളതായിട്ട് പറയപ്പെടുന്നത്. അതിൻ്റെ ഒരു കുഴിമാടമൊക്കെ ഇപ്പോഴും പള്ളിയുടെ അകത്ത് തന്നെയുണ്ട്. അപ്പോൾ ഇത്രയും വർഷം പഴയ ഒരു പള്ളിയാണ്. അതിൻ്റേതായിട്ടുള്ള എല്ലാ പ്രത്യേകതകളും ഈ പള്ളിക്കുണ്ട്. അങ്ങനെ അതിന് ശേഷം വീണ്ടും ഞങ്ങൾ നടന്നു. ഈ ഫോർട്ട് കൊച്ചിയുടെ തെരുവ് വീതികളിലൂടെ നടക്കുക എന്ന് പറയുമ്പം അത് ഒരു നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന വീട് ഏതാണെന്ന് അറിയോ? നമ്മൾ ബിഗ് ബി മൂവിയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വീടുണ്ടല്ലോ, അതാണ്. പക്ഷേ അതിൻ്റെ ഇപ്പോൾ ഗ്ലാമറൊക്കെ മാറിപ്പോയി. അവർ മൊത്തത്തിൽ അതിനെ മോഡിഫൈ ചെയ്തു. പിന്നെ ഞങ്ങൾ നേരെ പോയത് ജൂ സ്ട്രീറ്റിലേക്കാണ്. ഞങ്ങളുടെ വണ്ടി ഫോർട്ട് കൊച്ചിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞങ്ങൾ ചായയൊക്കെ കഴിച്ചതിന് ശേഷം ആണ് മട്ടാഞ്ചേരിക്ക് പോയത്. ഇത് ഓട്ടോ ചേട്ടന്മാരെ പരിചയപ്പെട്ടതാണ്. എൻ്റെ ഫോട്ടോ വീഡിയോ എടുപ്പ് കണ്ടിട്ട് പരിചയപ്പെട്ടതാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. 5 മണിയൊക്കെ ആകാറായപ്പോഴാണ് ജൂ സ്ട്രീറ്റിലെത്തിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നടന്ന സമയത്തൊന്നും ഞങ്ങൾക്ക് വെയിലൊന്നും വലിയ പ്രശ്നമായിട്ട് വന്നില്ല. അന്നത്തെ ദിവസം എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കരമായിട്ടൊരു മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു. ഞങ്ങൾക്ക് അധികം വെയിലൊന്നും ഏൽക്കേണ്ടി വന്നില്ല.
അങ്ങനെ ജ്യൂസ് സ്ട്രീറ്റിലൂടെ നടന്നു. അത്യാവശ്യം കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ കടകളും ഒക്കെ നല്ല ഓപ്പണായിട്ട് എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് എക്സ്പ്ലോർ ചെയ്തു. കാരണം മിക്കവരും ആദ്യമായിട്ടാണ് ഈ ഒരു ഏരിയയിലേക്ക് വന്നത്. നല്ല വൈബ്രൻറ്റ് കളേഴ്സും കോസ്റ്റ്യൂംസും എല്ലാം കൊണ്ടും നല്ല ഒരു പറയാൻ പറ്റില്ല അവിടുത്തെ ബ്യൂട്ടി എന്താണെന്ന്. അത് നമ്മൾ കണ്ടറിയുക തന്നെയാണ് വേണ്ടത്. ഞങ്ങളുടെ കാഴ്ചകൾ അവസാനിക്കുകയാണ്. പിന്നെ വരുന്ന വഴി ഫുഡും കഴിച്ച് ഏകദേശം ഒരു 10:30 ഞങ്ങളുടെ യാത്ര അവസാനിപ്പിച്ചു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു യാത്രയായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്